ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെക്ക് ചെയ്യണം? ഈ പ്രോപ്പർട്ടി ഓരോ രണ്ട് എലമെൻസുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം R3ൻ്റെ ബേസിസ് ആണ് B എന്നുള്ളത്. ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് W1 ഡോട്ട് W2 കണ്ടുപിടിക്കുക. W1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√3 1/√3 1/√3 ഡോട്ട് W2ൻ്റെ വാല്യൂ -2/√6 1/√6 1/√6. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്? A1 A2 എക്സെട്ര AN ഡോട്ട് B1 B2 എക്സെട്ര BN. എങ്ങനെ കാണുക? A1 ഇൻറ്റു B1 പ്ലസ് A2 ഇൻറ്റു B2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഇൻറ്റു BN ആണ്. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് പ്ലസ് തേർഡ് കോർഡിനേറ്റ്. അപ്പോൾ 1/√3 ഇൻറ്റു -2/√6 പ്ലസ് 1/√3 ഇൻറ്റു 1/√6 പ്ലസ് 1/√3 ഇൻറ്റു 1/√6 വിച്ച് ഇസ് ഈക്വൽ ടു 1/√3 ഇൻറ്റു -2/√6 ചെയ്താൽ എന്ത് വരും? -2 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √6 √18. അപ്പോൾ -2/√18 പ്ലസ് 1/√3 ഇൻറ്റു 1/√6 1/18 പ്ലസ് 1/√3 ഇൻറ്റു 1/√6 1/18. അപ്പോൾ നോക്കുക, -2/√18 പ്ലസ് 1/√18 പ്ലസ് 1/√18 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2/√18 വരും. ഇവിടെ -2/√18 രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ W1 ഡോട്ട് W2 നമുക്ക് 0 എന്ന് കിട്ടി. ഇനി W2 ഡോട്ട് W3 0, അതുപോലെ W1 ഡോട്ട് W3യും 0 ആണ് നമുക്ക് കിട്ടും. അതിവിടെ ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ രണ്ടും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. W2 ഡോട്ട് W3 ചെയ്താൽ എന്ത് വരും? ഫസ്റ്റ് കോർഡിനേറ്റ് 0 -2/√6 ഇൻറ്റു 0 ചെയ്താൽ 0 ആയിട്ട് വരും. 1/√6 ഇൻറ്റു 1/√2 1/√12 1/√6 ഇൻറ്റു -1/√2 -1/√12 എന്ന് വരും. 1/√12 -1/√12 0. അതേപോലെ തന്നെ W3 ഡോട്ട് W1 ചെയ്താലും എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഓർത്തോനോർമൽ ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എല്ലാറ്റിൻ്റെയും നോമ് 1 ആണോ എന്ന് നോക്കിയാൽ മതി. W1ൻ്റെ നോമ് 1 ആണോ നോക്കണം, W2ൻ്റെ നോമ് 1 കിട്ടുന്നുണ്ടോ നോക്കുക, W3ൻ്റെ നോമും 1 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ എങ്ങനെ കാണാം? W1ൻ്റെ നോം എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ഓരോ കോർഡിനേറ്റിൻ്റെയും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതായത് റൂട്ട് ഓഫ് 1/√3 ഹോൾ സ്ക്വയർ പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/√3ൻ്റെ സ്ക്വയർ 3. ഇപ്പോൾ 1/3 പ്ലസ് ഇത് അതേ തന്നെയാണ് 1/√3ൻ്റെ സ്ക്വയർ 1/3 പ്ലസ് 1/√3ൻ്റെ സ്ക്വയർ 1/3. 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 ചെയ്താൽ 3/3 എന്ന് വരും. 3/3ൻ്റെ വാല്യൂ 1. അപ്പോൾ √1 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതേപോലെ W2ൻ്റെ നോം എങ്ങനെ കാണാം? -2/√6 ഹോൾ സ്ക്വയർ പ്ലസ് 1/√6 ഹോൾ സ്ക്വയർ പ്ലസ് 1/√6 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു -2/√6ൻ്റെ സ്ക്വയർ ചെയ്താൽ എന്താ വരും? -2ൻ്റെ സ്ക്വയർ 4/√6ൻ്റെ സ്ക്വയർ 6. അപ്പോൾ 4/6 പ്ലസ് 1/√6 ഹോൾ സ്ക്വയർ ചെയ്താൽ 1/6 പ്ലസ് 1/√6ൻ്റെ സ്ക്വയർ 1/6. അപ്പോൾ 4/6 പ്ലസ് 1/6 പ്ലസ് 1/6 4 പ്ലസ് 1 പ്ലസ് 1 6/6 എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 റൂട്ട് 1 1. അതേപോലെ W3ൻ്റെ നോമ് 0 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 1/√2ൻ്റെ സ്ക്വയർ പ്ലസ് -1/√2ൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1/√2ൻ്റെ സ്ക്വയർ ചെയ്താൽ 1/2 പ്ലസ് -1/√2ൻ്റെ സ്ക്വയർ ചെയ്താലും 1/2. റൂട്ട് ഓഫ് 1/2 പ്ലസ് 1/2 റൂട്ട് 1 വരും വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഓരോന്നിൻ്റെയും നോമ് W1 W2 W3ൻ്റെ എല്ലാം നോമ് എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഡോട്ട് പ്രൊഡക്റ്റുകളുടെ വാല്യൂ 0യും കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് പറയും? ബൈ ഡെഫിനേഷൻ ഓഫ് ഓർത്തോനോർമൽ ബേസിസ് ഈ W1 W2 W3 എന്ന് പറയുന്ന സെറ്റ് ദാറ്റ് ഈസ് BA എന്താണ്? ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഒരു റിമാർക്ക് പോലെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചത് ബേസിസ് എന്താണെന്നാണ്. ഇപ്പം നമ്മൾ ഓർത്തോനോർമൽ ബേസിസ് എന്താണെന്നും പഠിച്ചു. അല്ല, ഇതിൽ കൂടുതൽ കൺവീനിയൻ്റ് ആവുന്നത് ഓർത്തോനോർമൽ ബേസിസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോനോർമൽ ബേസിസ് കൂടുതൽ കേസുകളിലും എന്താവും? ബേസിസ് തന്നെയായിട്ട് മാറാറുണ്ട്. ഈ ഓർത്തോനോർമൽ ബേസിസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർത്തോനോർമൽ ബേസിസിൻ്റെ വെക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വെക്ടറിൻ്റെ കോർഡിനേറ്റ് പറയാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് പറയുക എന്നുള്ളത്, ഇപ്പോൾ ഒരു വെക്ടർ എടുക്കുകയാണ്, U എന്ന് പറയുന്ന വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഈ ഓർത്തോനോർമൽ ബേസിസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പറയാമെന്നുള്ള തിയറം ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. സപ്പോസ് B = W1 W2 etc. Wn is an orthonormal basis for Rn. Rn എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ് W1 W2 etc. Wn എന്ന് പറയുന്ന സെറ്റ്. ഇഫ് U ഈസ് എനി വെക്ടർ ഇൻ Rn, Rnൽ നമ്മളൊരു വെക്ടർ എടുക്കുകയാണ് U.
ദെൻ യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ അവിടെ കോർഡിനേറ്റ്സ് വരുന്നത് ഏതൊക്കെയാണ്? യു ഡോട്ട് W1 ഇന്നർ പ്രൊഡക്റ്റ് ആണ്. യു ഡോട്ട് W1 ഇൻറ്റു W1 പ്ലസ് യു ഡോട്ട് W2 ഇൻറ്റു W2 പ്ലസ് എക്സെട്ര പ്ലസ് യു ഡോട്ട് WN ഇൻറ്റു WN. ഇപ്പോൾ W1 W2 എക്സെട്ര WN എന്ന് പറയുന്നത് എന്താണ്? ബേസിസ് ആണ്. അപ്പോൾ ബേസിസിൽ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സോ ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഈ വെക്ടർ യു ൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? യു ഡോട്ട് W1 യു ഡോട്ട് W2 എക്സെട്ര യു ഡോട്ട് WN. ഇപ്പോൾ നോക്കുക, ബേസിസ് ഉണ്ടെങ്കിൽ, ബേസിസ് ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ Rnലൊരു വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇപ്പോൾ യു എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ യു ഡോട്ട് W1 ആയിരിക്കും ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ് യു ഡോട്ട് W2, ദെൻ nth കോർഡിനേറ്റ് യു ഡോട്ട് WN. അപ്പോൾ ഒരു ഓർത്തോനോർമൽ ബേസിസ് അറിയാമെന്നുണ്ടെങ്കിൽ, ഒരു വെക്ടർ സ്പേസിൻ്റെ ഓർത്തോനോർമൽ ബേസിസ് അറിയാമെന്നുണ്ടെങ്കിൽ ആ വെക്ടറിനെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് യുവിനെ നമുക്ക് യു ഡോട്ട് W1 ഇൻറ്റു W1 പ്ലസ് യു ഡോട്ട് W2 ഇൻറ്റു W2 പ്ലസ് എക്സെട്ര യു ഡോട്ട് WN ഇൻറ്റു WN ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ആകെ ഉള്ളത് എന്താണ്? ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഇനി ബിയിൽ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഓർത്തോനോർമൽ ബേസിസിൻ്റെ ഈ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ് പറയേണ്ടത്. ദാറ്റ് ഈസ് യു ഡോട്ട് W1 ഇൻറ്റു W1 പ്ലസ് എക്സെട്ര യു ഡോട്ട് WN ഇൻറ്റു WN. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെക്ടർ എടുക്കുക, Rnലെ യു. നമുക്കറിയാവുന്നത് ബി ഓർത്തോനോർമൽ ബേസിസ് ആണെന്നാണ്, അല്ലേ? ബി ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ എപ്പോഴാണ് ഒരു വെക്ടർ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പറയാം? ഫസ്റ്റ് ഓഫ് ആൾ ബി ബേസിസ് ആയിരിക്കണം, അല്ലെ? ഓർത്തോനോർമൽ ബേസിസ് ആവണമെങ്കിൽ ബി ആദ്യം ബേസിസ് ആയിരിക്കണം. ദെൻ HI ഡോട്ട് SJ ഇവിടെ ആകുമ്പോൾ വേരിയബിൾസ് W1 W2 ആണ് കോർഡിനേറ്റ് ആയിട്ട് എലമെൻറ്റ്സ് വരുന്നത്. സോ WI ഡോട്ട് WJ ഈക്വൽ ടു 0 ഫോർ ഓൾ I നോട്ട് ഈക്വൽ ടു J. അതായത് W1 ഡോട്ട് W2 0, W2 ഡോട്ട് W3 0, W1 ഡോട്ട് W3 0, അല്ല ഏത് രണ്ട് വെക്ടർ എടുത്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താലും അതെന്തായിരിക്കും? 0 ആയിരിക്കും. സെയിം വെക്ടേഴ്സ് തമ്മിലാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്കിൽ മാത്രം 1 ആയിട്ടായിരിക്കും വാല്യൂ വരിക. ഇപ്പോൾ ബി ഓർത്തോനോർമൽ ബേസിസ് ആയതുകൊണ്ട് തന്നെ ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ബി ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ അത് എന്തായാലും ഒരു ബേസിസ് ആയിരിക്കും. ബേസിസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. സ്പാൻ ഓഫ് ബി ഈക്വൽ ടു Rn ആയിരിക്കും. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ബേസിസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ടാണ്. ഇനി ഇത് ഓർത്തോനോർമൽ ബേസിസ് ആയതുകൊണ്ട് തന്നെ WI ഡോട്ട് WJ ഈക്വൽ ടു 0 ഫോർ ഓൾ I നോട്ട് ഈക്വൽ ടു Jയും ഓരോ വെക്ടേഴ്സിൻ്റെയും നോമ് 1 ആണ്, അല്ലേ? WIൻ്റെ നോമ് 1 ആണ്. ഫോർ ഓൾ I ഈക്വൽ ടു 1 2 3 എക്സെട്ര n. അതായത് W1ൻ്റെ നോമ് 1, W2ൻ്റെ നോമ് 1 എക്സെട്ര WNൻ്റെ നോമും 1 ആണ്.